നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പ്രണവിനെ വിട്ടുകൊടുക്കണമെന്ന് പറയാൻ CKCയുടെ അരികിലേക്ക് പോയതാണ് പവിത്രൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. ഞാനൊരു മണ്ടത്തരം തന്നെയാ കാണിച്ചത്. പ്രണവിനെ എവിടെയാണ് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ഇന്നലെ തന്നെ പവിത്രനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിരുന്നു. അബദ്ധമായിപ്പോയി. പ്രണവിലേക്ക് എത്താനുള്ള ഒരേ ഒരു വഴിയും ആ CKC അടച്ചല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പവിത്രനെ കണ്ടെത്താതെ ഇനി മുന്നോട്ട് പോകാനാവില്ല. അയാള് CKCയുടെ കസ്റ്റഡിയിൽ തന്നെയായിരിക്കും. പക്ഷെ എവിടെയായിരിക്കും പവിത്രനെ ഒളിപ്പിച്ചിരിക്കുന്നത്? പ്രണവിനെ താമസിപ്പിച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയായിരിക്കും. എവിടെ തുടങ്ങണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ഏടത്തിയോട് നിൽക്കാനല്ലേ പറഞ്ഞത്? ഏടത്തി ഇത്രയും നേരം ഇത് എവിടെ പോയേക്കുമായിരുന്നു? നിങ്ങൾ അമ്മായിയമ്മയും മരുമോളും കൂടെ എന്താ കരുതി വെച്ചിരിക്കുന്നത്? ഇത് ശത്രുവാണെന്നാണോ വിചാരം? നിനക്കിത് എന്താ പറ്റിയ വസുന്ധരെ? പറ്റിയതൊക്കെ എനിക്കല്ല, നിങ്ങൾക്കാ, ഇവിടെ ഉള്ളവർക്കാ. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഓഫീസിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് അറിയോ ഏട്ടത്തിക്ക്? നാഥനില്ല കളരിയാണ് അവിടെ. ചോദിക്കാനും പറയാനും ആരുമില്ല. ഒരു ഫയലില് ഇന്നതാണെന്ന് പറയാനും ഇന്നത് ചെയ്യിക്കെന്ന് പറയാനും ആരുമില്ല. സ്റ്റാഫുകൾ എല്ലാരും കൂടി കോൺഫറൻസ് ഹാളില് വട്ടം കൂടിയിരുന്ന് ചീട്ട് കളിക്കുക. ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നും ക്ലയൻസ് നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് മാനേജർ എന്നെ വിളിച്ചിരുന്നു. മാനേജർ എന്തിനാ നിന്നെ വിളിക്കുന്നത്? ഇപ്പൊ ഓഫീസിന്റെ ചുമതല നിധിയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്? വലിയ ചുമതലക്കാരി. അത് പറയാതിരിക്കുന്നതാ വൃത്തി. അവൾ ആ ഓഫീസിനകത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാറുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പോയിട്ട് എന്തെടുക്കാനാ? ഏതെങ്കിലും കാര്യങ്ങളിൽ ചങ്കും മത്തങ്ങയും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ അവൾക്ക്? ചങ്കും മത്തങ്ങയും തിരിച്ചറിയാത്ത അവള് തന്നെയാ CKCയെ തോൽപ്പിച്ച് ഒരു ടെൻഡർ പിടിച്ചത്. CKCയെ തോൽപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിന്റെ കുബുദ്ധിയെ തോൽപ്പിച്ചു വിജയിച്ചു എന്ന് വേണം പറയാൻ. ഏട്ടത്തി വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. ഞാൻ കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കി അധ്വാനിച്ച് വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് ഈശ്വരമംഗലം ഗ്രൂപ്പ്. അത് തകർന്ന് തരിപ്പണമാവുന്നത് കണ്ടു നിൽക്കാനേ ആവില്ല എനിക്ക്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഇന്നു മുതൽ ഞാൻ ഓഫീസിൽ പോയി ചാർജ് എടുക്കാൻ പോവാ. ഗൗതം നിധിയോട് കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ അത് അവന്റെ വിവരക്കേടെന്നേ ഞാൻ പറയൂ. ഭാര്യയോടുള്ള വെറും സ്നേഹം, അതിനപ്പുറം ഒന്നും അവളെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അധ്വാനിച്ചത് മുഴുവൻ നിധിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച ഒരൊറ്റ ആഴ്ച കൊണ്ട് അവളത് സർവ്വതും മുടിച്ച് കയ്യിൽ തരും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കമ്പനി ഞാൻ ടേക്ക് ഓവർ ചെയ്യാൻ പോവാ. ഓഫീസിലേക്ക് പോവാ ഞാൻ. നിക്ക്. നിനക്കിപ്പോ എന്താ പ്രശ്നം? അത് പറ. ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊന്നും ഏട്ടത്തിക്ക് മനസ്സിലായില്ലേ? നമ്മുടെ കമ്പനി നിധി നോക്കി നടത്തിയാൽ ശരിയാവില്ല. അതിൽ അവൾക്ക് ഒരു താല്പര്യമില്ല. അവൾ അതിനു വേണ്ടി മെനക്കെടുന്നുമില്ല. നിധി ഓഫീസ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഇപ്പൊ നിന്റെ പ്രശ്നമല്ലേ? ആ പെൺകൊച്ച് നേരം വെളുക്കുന്നതിന് മുൻപേ ഇവിടെ നിന്നിറങ്ങി പാതിരാത്രി വരെ എവിടെ പോകുന്നതാണെന്ന് നിനക്കറിയോ? എന്റെ മകനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കാൻ, എന്റെ മറ്റൊരു മോനെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ.
ഇന്ന് അവളല്ലാതെ അവർക്ക് വേണ്ടി കിടന്ന് ഓടാൻ ഒരു മനുഷ്യനുമില്ല. അറിയോ നിനക്ക്? ഗൗതം ജയിലിൽ നിന്ന് ഇറങ്ങും. അതിനി അധിക താമസമൊന്നും വരില്ല. തൽക്കാലം ഓഫീസ് ഒന്ന് തകർന്നാലും അവൻ അതിനെ നേരെയാക്കി എടുത്തോളും. നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഗൗതം ഇറങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും.